Morning. Good morning. Good morning, all. Morning all. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഡോക്ടർ രാജേന്ദ്രൻ സാറാണ്. സാറിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സാറിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഈ പുട്ടുകുറ്റിക്കകത്ത് പുട്ടുണ്ടാക്കുന്ന, കാരണം ഇപ്പൊ ഈ ചിരട്ടപ്പുട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ ഈ പുട്ടുകുറ്റിക്കകത്ത് പുട്ടുണ്ടാക്കുന്ന അത് എത്ര പേർക്കറിയാം? എല്ലാവർക്കും അറിയാമല്ലോ സാറേ. പുട്ടുകുറ്റിക്കകത്ത് അപ്പോൾ ആദ്യത്തെ തേങ്ങ ഇടും, പിന്നെ മാവ് കുഴച്ച് തരും, പിന്നെ കുറച്ച് തേങ്ങ ഇടും, പിന്നെ മാവ് കുഴച്ചിടും. അതുപോലെ ഈ വിമൽ മോർണിംഗ് സർക്കിളില് മിക്കവാറും എല്ലാം സൈക്കോളജി ക്ലാസ്സുകളാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങാപ്പീര ഇടുന്നത് പോലെ ഒരു സയൻസ് സബ്ജക്റ്റ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം തുടങ്ങുമ്പോൾ നിങ്ങളും കൂടെ സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇന്ന് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഇന്ന് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച്? ആർക്കും അറിയില്ല? പ്രിവെൻഷൻ ഓഫ് ഡയബറ്റീസ് പാർട്ട് 2. പ്രിവെൻഷൻ ഓഫ് ഡയബറ്റീസ് പാർട്ട് 2. പ്രമേഹം കേൾക്കാമോ? ഓഡിബിൾ? ഓഡിബിൾ? കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം സാറേ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളും കൂടെ ഈ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേക്കണം, ഒന്ന് മറുപടി, അറിയാവുന്ന മറുപടി. ഓക്കെ. അപ്പം ഈ പ്രമേഹം തടഞ്ഞു നിർത്തുന്നതിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണ ഗർഭിണികളുടെ കാര്യമായിരുന്നു. ഇപ്പോഴ് കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ഈ പ്രമേഹം എന്ന് പറയുന്നത് പല കാര്യങ്ങളുടെയും ഒരു തുടർച്ചയായി ഉണ്ടാവുന്നതാണ്. തുടർച്ചയായി ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളുടെ തുടർച്ചയാണ് പ്രമേഹം എന്ന് പറയുന്ന അസുഖം. അപ്പോൾ അത് എന്ത് തുടർച്ചയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ ഏജിലും നമുക്ക് ഒരു നോർമൽ വെയിറ്റ് ഉണ്ട്. ആ നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിൻ്റെ ഒരു പ്രധാന വിഷയം. നമ്മുടെ നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു തുടർച്ചയായ പ്രോസസ്സാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക.
ഗർഭിണിയാണെങ്കിൽ ശരി, കുഞ്ഞുങ്ങളാണെങ്കിൽ ശരി, ആയവരാണെങ്കിലും അത് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എത്ര കിലോ ആണെന്ന് ആർക്കെങ്കിലും പറയാമോ? ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ ഭാരം, നോർമൽ ഭാരം എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? സാധാരണ ഒരു ജനിക്കുന്ന കുട്ടിക്ക് 2.5 to 3. യെസ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 2.5 to 3 kg ആണ്. 3 kg ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 3 കയറുന്നില്ല. പക്ഷെ നമ്മുടെ കേരള സ്റ്റാൻഡേർഡ് അനുസരിച്ച് നോക്കിയാൽ 2.5 to 3.5 kg ആണ് ഒരു കുഞ്ഞിന്റെ ബർത്ത് വെയിറ്റ്. അപ്പം അത് വളരെ വേരിയബിൾ ആണ്. അപ്പോൾ ഇപ്പം ഗർഭിണി ആയിട്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഛർദിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് ഇത്തിരി കുറഞ്ഞിരിക്കും, 3 കിലോ താന്നിരിക്കും. നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് വ്യായാമമൊക്കെ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 3 kg, അറൗണ്ട് 3 kg ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ 3 kg ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പല ആൾക്കാരും വളരെ പൊങ്ങച്ചത്തോടുകൂടി പറയാറുണ്ട്, 4.5 കിലോ ആയിരുന്നു കുട്ടി എന്ന് ഒക്കെ ഇങ്ങനെ പൊങ്ങച്ചം പറയാറുണ്ട്. പക്ഷെ കൂടുതൽ വെയിറ്റ് വരുന്നത് ശരിക്കും അഭിമാനിക്കാവുന്ന കാര്യമല്ല. അതിൻ്റെ അമ്മയ്ക്ക് ഡയബറ്റീസോ പ്രീ ഡയബറ്റീസോ ഉള്ള കേസുകൾക്കാണ് സാധാരണ വെയിറ്റ് ഏറെ വരുന്നത്. 4 കിലോ 4.5 കിലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണും എന്നുള്ളതാണ് അതിൻ്റെ ഫൈൻഡിങ്. അങ്ങനെയാണ്. അപ്പോൾ അതെപ്പോഴും ഓർക്കുക, ഓവർ വെയിറ്റ് എന്തെങ്കിലും പ്രശ്നമുള്ള കേസുകൾക്ക് മാത്രമേ ഉണ്ടാവൂ. ഇനി ഈ ഡെലിവറി ആയതിനു ശേഷം നമ്മൾ ഏത് രീതിയിലാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്, ഓരോ പ്രായത്തിലും അതിന് എത്ര കിലോ വെയിറ്റ് കാണും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഇപ്പോൾ ഒരു 3 കിലോ ഭാരം എന്നുള്ളത് നമ്മൾ 3 കിലോ കണക്കാക്കിയാൽ 6 മാസം പ്രായം ആകുമ്പോഴേക്കും 3 കിലോ എന്നുള്ളത് 6 കിലോ ആവും. എന്നുവെച്ചാൽ ഇരട്ടിക്കും. ബർത്ത് വെയിറ്റ് ഇൻറ്റു 2, 3 ഇൻറ്റു 2 6 കിലോ. 1 വയസ്സാകുമ്പോൾ ബർത്ത് വെയിറ്റിൻ്റെ 3 ഇരട്ടിയാകും. 1 വയസ്സാകുമ്പോഴത്തേക്കും 3 കിലോ ആണെങ്കിൽ 3 ഇൻറ്റു 3 9 കിലോ. രണ്ട് വയസ്സാകുമ്പോഴേക്കും 4 ഇരട്ടിയാവും. 4 ഇൻറ്റു 3 4 3 12. ഓക്കെ. അപ്പൊ ഇത് ഈ പ്രായത്തിലൊക്കെയുള്ള വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച്, സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി അനുസരിച്ച് നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മുലയൂട്ടുക എന്നതാണ് ശാസ്ത്രീയമായ രീതി. മുലയൂട്ടലിന് താമസം വരുത്താൻ പാടില്ല. അതേപോലെ തന്നെ ആദ്യം വരുന്ന പാല്
കൊളോസ്ട്രം എന്നാണ് അറിയപ്പെടുന്നത്. ആ കൊളോസ്ട്രം വളരെ വിലപ്പെട്ടതാണ്. അത് കുഞ്ഞിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമല്ല, ആ കൊളോസ്ട്രത്തിനകത്ത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഉണ്ട്. അതിൻ്റെ പല അസുഖങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഈ കൊളോസ്ട്രത്തിലുണ്ട്. അപ്പോൾ ഇത് കൊടുത്തിരിക്കണം. ഇപ്പോഴും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ കൊളോസ്ട്രം എന്ന് പറയുന്ന ആ പാല്, ആദ്യം വരുന്ന പാല് നമ്മൾ കൊടുത്തിരിക്കണം. പണ്ടൊക്കെ എന്നല്ല, ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ വിദ്യാഭ്യാസപരമായിട്ട് അറിയാൻ മേത്ത ആൾക്കാർക്ക് ഈ ആദ്യത്തെ പാല് പിഴിഞ്ഞു കളയാറുണ്ട്. അത് പാടില്ല. വളരെ പ്രാധാന്യമുള്ള വെച്ചാൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ രോഗപ്രതിരോധത്തിനുമൊക്കെ വളരെ പ്രധാനമാണ് കൊളോസ്ട്രം. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് 6 മാസം വരെ മുലപ്പാല് മാത്രം മതി എന്നുള്ളതാണ്. 6 മാസം വരെ മുലപ്പാല് മാത്രം മതി. അപ്പോൾ മുലപ്പാല് കുഞ്ഞിന് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുകയും സാധാരണ രീതി, സാധാരണ ഭാരം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നാലും ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും പല അസൗകര്യങ്ങളുണ്ട്. ജോലിക്ക് പോകുന്നവരെ കാണും. എന്നാലും 6 മാസമൊക്കെ ഇപ്പം പിന്നെ പ്രസവാവധി ഗവൺമെന്റ് സെക്ടറിൽ 6 മാസമുണ്ട്. പ്രൈവറ്റിൽ എത്ര ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്രൈവറ്റ് എത്ര ഉണ്ടെന്ന്? എനിക്ക് തോന്നുന്നത് 2 മാസമൊക്കെ കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ കുപ്പിപ്പാല് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അഥവാ അങ്ങനെ കൊടുക്കേണ്ടി വന്ന സാഹചര്യം വന്നാലും നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്ത് കുഞ്ഞിന് ഓവർ വെയിറ്റ് ഉണ്ടാക്കരുത്. ഓവർ വെയിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അടിയുന്നത് കൊഴുപ്പാണ്. കൊഴുപ്പ് ശരീരത്തിൽ കൂടുതൽ അടിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകും. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ക്രമേണ ഡയബറ്റീസിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മുലപ്പാലല്ലാതുള്ള ആഹാരം കൊടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിൽ വേണം. ഓവറായിട്ട് ഫീഡ് ചെയ്യരുത്. പല ആൾക്കാരും ഓവറായിട്ട് ഫീഡ് ചെയ്ത് ഓവർ വെയിറ്റ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അത് പാടില്ല. 6 മാസം ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആഹാര സാധനങ്ങൾ കൊടുക്കാം. മറ്റുള്ള ആഹാര സാധനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ വീനിങ്, അതിന് മറ്റുള്ള ആഹാര സാധനങ്ങൾ കൊടുക്കുന്ന ആ പ്രക്രിയക്കാണ് വീനിങ് എന്ന് പറയുന്നത്. WEANING, വീനിങ്. നമ്മുടെ നാട്ടിലെ സാധാരണയായിട്ട് വീനിങ്ങിന് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ആർക്കെല്ലാം പറയാം? റാഗി. യെസ്, റാഗിപ്പൊടി. നമ്മൾ പ്രധാനമായിട്ടും റാഗിപ്പൊടിയാണ് നമ്മൾ വീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ റാഗിപ്പൊടി തന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? പെട്ടെന്ന് ദഹിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും? പിന്നെ അതില് ധാരാളം കാൽസ്യം, അങ്ങനെ വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെയാണ് അതിൻ്റെ. ധാരാളം കാൽഷ്യം ഉണ്ട്. അതുകൊണ്ട് ധാരാളം കാൽഷ്യം ഉണ്ട്. അതുപോലെ തന്നെ അയൺ ധാരാളമായിട്ടുണ്ട്. ഗ്ലൂക്കോസിന്റെ അളവ് കുറവാണ്. ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറഞ്ഞാൽ അയൺ അരിക്കകത്തുള്ളതിന്റെ പകുതി ഗ്ലൂക്കോസേ ഉള്ളൂ.
റാഗിയിൽ. അതേസമയം അതിനകത്ത് ആവശ്യത്തിന് കാൽഷ്യം ഉണ്ട്, ആവശ്യത്തിന് അയൺ ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫൈബർ ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ ഗുണകരമായ ഒരു ആഹാരമാണ് റാഗി. അപ്പം റാഗി നമ്മൾ കൊടുക്കും. പിന്നെ പച്ചക്കറികൾ വേവിച്ചുടച്ച് അത് കൊടുക്കും, പഴവർഗ്ഗങ്ങൾ കൊടുക്കും. എല്ലാം കുറച്ച് ആദ്യം കൊടുക്കുമ്പോൾ എല്ലാം കുറച്ച് കൊടുക്കുകയുള്ളൂ. ചെറിയ രുചിച്ച് നാക്കെ രുചിച്ചാൽ മതി. പതുക്കെ വേണം കൂട്ടിക്കൊണ്ടുവരാൻ. അതുപോലെ തന്നെ മുട്ട കൊടുക്കാറുണ്ട്. മുട്ട കൊടുക്കുമ്പോൾ നമ്മൾ മുട്ടയുടെ മഞ്ഞയാണ് ആദ്യം കൊടുക്കുന്നത്. കാരണം പെട്ടെന്ന് ദഹിക്കാൻ, ഈ മഞ്ഞയ്ക്ക് പെട്ടെന്ന് ദഹിക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഇതെല്ലാം കൊടുത്താലും ഓവർ ഫീഡ് ചെയ്യാതെ നമ്മൾ നോക്കണം. കാരണം ഓവർ ഫീഡിങ് വന്നു കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് വരും. ഓവർ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഡയബറ്റീസിലേക്കുള്ളൊരു വഴിയാണ്. എപ്പോഴും അത് ഓർക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ അംഗനവാടിയിലൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ അവർ തൂക്കി നോക്കുന്നത്. എന്നാൽ അണ്ടർ വെയിറ്റ് വരാനും പാടില്ല. അപ്പോൾ എല്ലാ ആഹാര സാധനങ്ങളും ഈ 6 മാസം മുതൽ എല്ലാ ആഹാര സാധനങ്ങളും ആവശ്യത്തിന് അളവിൽ മാത്രം കൊടുക്കുക. അത് പഴവർഗ്ഗങ്ങളാകാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവാം. പിന്നെ അംഗനവാടിയിൽ നിന്ന് അമൃതം പൊടി പിന്നെ കൊടുക്കാറുണ്ട്. ഈ അമൃതം പൊടി എന്ന് പറയുന്നത് അതിനകത്ത് ഒരു കണ്ടന്റ് റാഗിയാണ്. പിന്നെ റാഗിയുടെ കൂടെ പയർവർഗ്ഗങ്ങളൊക്കെ പൊടിച്ച്, ചെറുപയർ പൊടിച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പയർവർഗ്ഗങ്ങളുണ്ട്, കുറച്ച് ചെറിയ മധുരങ്ങളുണ്ട്. അപ്പോൾ അത് അമൃതം പൊടി കിട്ടാൻ സാഹചര്യമുള്ള കേസിൽ അമൃതം പൊടി ഉപയോഗിക്കുക തന്നെ വേണം. പലർക്കും അമൃതം പൊടിയൊക്കെ ഉപയോഗിക്കാൻ മടിയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പാട്ടയ്ക്കകത്ത് വരുന്ന ഒരു പൊടിയും പലർക്കും ഒരു അന്തസ്സിൻ്റെ അഭിമാനത്തിൻ്റെ ഒക്കെ ഭാഗമാണ് ഈ പാട്ടപ്പൊടി. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ പാട്ടപ്പൊടി എന്ന് പറയുന്ന സാധനം കൊടുക്കാൻ പാടില്ല. കാരണം അതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലും, മറ്റുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഒരുപാട് വിശദീകരിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ പിന്നെ B1, B6, കാൽഷ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും കൃത്രിമമായിട്ടുള്ള ആഹാരമായതുകൊണ്ട് കഴിയുന്നിടത്തോളം കൊടുക്കാതിരിക്കുക. പാട്ടയ്ക്കകത്ത് വരുന്ന ഒരു പൊടി. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. പിന്നെ അതിൻ്റെ ഓരോ സ്റ്റേജസിലും നമുക്ക് കൂടുതൽ ആഹാര സാധനങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളോട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ കുഞ്ഞിനും ചെറിയ അളവിൽ കൊടുത്ത് അത് പൂർണ്ണ അളവിൽ എത്തിക്കാൻ ശ്രമിക്കുക. അതാണ് നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത എന്ന് പറയുന്നത്. കൊഴുപ്പ് അതിന് പ്രധാനമായും ശ്രദ്ധിക്കുക. കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞ് ഓവർ വെയിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡയബറ്റീസിലേക്കുള്ളൊരു വഴിയാണ്. അത് അനുവദിക്കാൻ പാടില്ല. അവിടെയാണ് നമ്മൾ പ്രിവെൻഷൻ ഓഫ് ഡയബറ്റീസിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ 2 years വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? ബർത്ത് വെയിറ്റ് 3 വെച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ പറയാമോ? കുഞ്ഞുങ്ങൾക്ക് ഓവർ ഫീഡിങ് പാടില്ല. 6 മാസമാകുമ്പം ബർത്ത് വെയിറ്റ് ഇരട്ടിക്കും. 2 ബർത്ത് വെയിറ്റ് ഇൻറ്റു 2 6 months, 1 year ബർത്ത് വെയിറ്റ് ഇൻറ്റു 3, 2 years ബർത്ത് വെയിറ്റ് ഇൻറ്റു 4. 3 മുതൽ 6 വരെ, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ നമ്മൾക്ക് നോർമൽ വെയിറ്റ് കാണാനുള്ളൊരു ഫോർമുല ഉണ്ട്.
ഏജ് ഇൻറ്റു 2 പ്ലസ് 8. പ്രായത്തിനെ 2 കൊണ്ട് ഗുണിച്ച് 8 കൂടി കൂട്ടുക. ക്ലിയർ ആണോ? പ്രായത്തിന് ഇപ്പൊ 3 വയസ്സാണെങ്കിൽ 3 ഇൻറ്റു 2 3 2 6 8 14. വയസ്സിനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 8 കൂടെ കൂട്ടുക. അതാണ് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ ഭാരം കാണാനുള്ള ഫോർമുല. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? ഇനി 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഫോർമുലയാണ്. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഭാരം കാണാനുള്ള ഫോർമുല ആണ് അടുത്തത്. പ്രായത്തിനെ 7 കൊണ്ട് ഗുണിച്ച് അതിൽ നിന്ന് 5 കുറച്ച് കിട്ടുന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഏജ് ഇൻറ്റു 7 മൈനസ് 5 ബൈ 2. പ്രായത്തിനെ 7 കൊണ്ട് ഗുണിച്ച് അതിൽ നിന്ന് 5 കുറച്ചിട്ട് ആ കിട്ടുന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുക. ഏജ് ഇൻറ്റു 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ 2. അതാണ് 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നോർമൽ ഭാരം കാണാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ പ്രായങ്ങളിൽ എന്നുവെച്ചാൽ 3 വയസ്സ് മുതൽ ഉള്ള ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം നോക്കാൻ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അതിനകത്ത് പ്രധാനമായിട്ടും റാഗി ഒഴിവാക്കരുത്. റാഗി കുട്ടികൾക്ക് തീർച്ചയായും കൊടുത്തിരിക്കണം. കാരണം ഗ്രോയിങ് ഏജാണ്. ഗ്രോയിങ് ഏജിൽ ധാരാളം കാൽഷ്യത്തിൻ്റെ ആവശ്യമുണ്ട്. ധാരാളം കാൽഷ്യത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് റാഗി സ്ഥിരമായിട്ട് കൊടുക്കണം. പിന്നെ പയർവർഗ്ഗങ്ങൾ വേവിച്ചുടച്ച്, അല്ലെന്നുണ്ടെങ്കിൽ പയർവർഗ്ഗങ്ങൾ അതേതായാലും കൊടുക്കാൻ ശ്രമിക്കുക. പച്ചക്കറികൾ വേവിച്ചുടച്ച് അല്ലെങ്കിൽ പച്ചക്കറികൾ കറി വെച്ചിട്ട് അത് കുറച്ച് കൊടുത്ത് ശീലിക്കുക. പിന്നെ പഴവർഗ്ഗങ്ങൾ കൊടുത്തിരിക്കണം. കാരണം പഴവർഗ്ഗങ്ങളിൽ നമുക്ക് വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി കോംപ്ലക്സും കിട്ടാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങളാണ്. പഴവർഗ്ഗങ്ങൾ ഏത് പ്രായത്തിലും ആർക്കും സുരക്ഷിതമായി കഴിക്കാൻ പറ്റുന്ന ആഹാരമാണ് പഴവർഗ്ഗങ്ങൾ. പല ആൾക്കാരും പറയാറുണ്ട് പഴം കഴിച്ചാൽ കഫം വരും. അതേപോലെ തന്നെ പിന്നെ പഴവർഗ്ഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കഫം കൂടും എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒക്കെ വെറും തെറ്റാണ്. ഒരു പഴവർഗ്ഗങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കഫം ഉണ്ടാവില്ല. കഫം ഉണ്ടാവുന്നതിനേക്കാൾ കാരണം വേറെയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കരുത്. ഒരു പഴവർഗ്ഗങ്ങളും ഒഴിവാക്കരുത്. എല്ലാ പഴവർഗ്ഗങ്ങളും കഴിക്കണം, കൊടുക്കണം. അത് ചെറിയ പ്രായത്തിൽ ഈ വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ ആഹാര സാധനങ്ങളും കൊടുത്ത് ശീലിപ്പിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ആഹാരവും അത് വളർന്നതിന് ശേഷവും എല്ലാ ആഹാരവും കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ചെറിയ പ്രായം തൊട്ടേ എല്ലാ ആഹാര സാധനങ്ങളും കൊടുത്ത് ശീലിപ്പിക്കുക.
ഇപ്പോൾ ഡോക്ടർമാർ കേൾക്കുന്ന ഒരു പ്രധാന കംപ്ലൈന്റ് എന്ന് പറയുന്നത്, ഡോക്ടറെ ഇവനൊന്നും കഴിക്കത്തില്ല, ഇവന് പിന്നെ ചോറും പിന്നെ എന്തെങ്കിലും മെഴുക്ക് വരട്ടിയതോ അല്ലെങ്കിൽ വറുത്തതുമായ സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ എന്നൊരു പ്രധാന മറ്റ് സാധനങ്ങൾ കഴിക്കത്തില്ല എന്നൊരു കംപ്ലൈന്റ് ഡോക്ടർമാർ പ്രധാനമായിട്ട് കേൾക്കുന്നതാണ്. അപ്പൊ അതിന്റെ കാരണം ആരാണ്? അതിന് കാരണം നമ്മൾ തന്നെയാണ്. കാരണം ചെറിയ പ്രായത്തില് എല്ലാ ആഹാര സാധനങ്ങളും കൊടുത്ത് ശീലിപ്പിക്കത്തില്ല. ശരിക്കും അതിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് വലുതാവുമ്പം പല ആഹാര സാധനങ്ങളും കഴിക്കാതിരിക്കാനുള്ള കാരണം. അറിയാറാവുന്നതിന് മുമ്പ് അതിനെ കൊടുത്ത് ശീലിപ്പിച്ചില്ലെങ്കിൽ ഈ ഒരു വിഷയം വരും. അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റാഗി ഒഴിവാക്കാൻ പാടില്ല. റാഗി റെഗുലറായിട്ട് കൊടുക്കണം. മറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ, മറ്റ് പലഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലി, ദോശ, അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ റാഗിയും കൂടി ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ രുചികരമായിട്ട് കഴിച്ചോളും. അപ്പോൾ പിന്നെ പഴവർഗ്ഗങ്ങൾ, അതുപോലെ പഴവർഗ്ഗങ്ങളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പഴവർഗ്ഗങ്ങൾ യാതൊരു കാരണവശാലും വേവിക്കരുത്, വേവിച്ചു കൊടുക്കരുത്. ഉദാഹരണം, സാധാരണയായിട്ട് നമ്മുടെ നാട്ടില് ഏത്തപ്പഴം, വടക്കോട്ടൊക്കെ നേന്ത്രപ്പഴം എന്നാണ് പറയുന്നത്, നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും വലിയൊരു അബദ്ധമാണത്. അതിനകത്ത് ഒന്ന്, പഴവർഗ്ഗങ്ങൾ പുഴുങ്ങി കഴിഞ്ഞാൽ അതിനകത്തുള്ള വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി കോംപ്ലക്സും നശിച്ചു പോകും. രണ്ട്, അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടും. ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 ഗ്ലൈസമിക് ഇൻഡെക്സ് 70 ആണെങ്കിൽ, ഏത്തപ്പഴത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് 70 ആണ്. അത് നമ്മൾ വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് 100% മാറും. അതുകൊണ്ട് യാതൊരു കാരണവശാലും പഴവർഗ്ഗങ്ങൾ വേവിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, വലിയവരും കഴിക്കാൻ പാടില്ല. കാരണം അതുകൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നുമില്ല. ഷുഗറിൻ്റെ അളവ് കൂടുകയും ചെയ്യും, വൈറ്റമിൻസ് എല്ലാം നശിച്ചു പോവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ കൃത്രിമ ആഹാര സാധനങ്ങൾ, ജങ്ക് ഫുഡ്സ് കഴിയുന്നിടത്തോളം ഒഴിവാക്കുക. പിന്നെ കുറെ ഒക്കെ ആയി കഴിയുമ്പോഴത്തെ കുഞ്ഞുങ്ങൾ പിന്നെ സ്കൂളിൽ പോകുന്ന സമയവും സ്കൂളിലൊക്കെ പോകുന്ന അവസരം ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് കുറെ ആൾക്കാർ കുറെ സാധനങ്ങൾ ഒക്കെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിനൊരു നിയന്ത്രണം വേണം. ജങ്ക് ഫുഡ്സ് അമിതമായിട്ട് കഴിക്കുന്നത് പ്രമേഹ രോഗ സാധ്യത കൂട്ടും. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളിൽ പ്രമേഹം ഉണ്ടാകുന്നതിനുള്ള സാധ്യത തടയാൻ നമ്മൾ ചെയ്യേണ്ടത്. ഓർക്കുക, ഏതൊരു പ്രായത്തിലാണെങ്കിലും ശരി, നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ തന്നെ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് നല്ലൊരു പരിധിവരെ തടയാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. അതേപോലെ ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതും ചോദിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ടോക്ക്, ആ ടോക്കിൻ്റെ നല്ല ടോക്കാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്
എന്നുള്ളത് കൂടെ ഒന്ന് എംഫസിസ് ചെയ്ത് പറഞ്ഞാൽ, ഊന്നി പറഞ്ഞാൽ അത് കൂടുതൽ നല്ലതാകും, മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാനും അത് ഗുണകരമാകും. അപ്പോൾ ഇനി നിങ്ങളിൽ നിന്നുള്ളത് കേൾക്കാൻ ഞാൻ മൈക്രോഫോൺ നിങ്ങൾക്കായിട്ട് തരുന്നു. ഓക്കെ, താങ്ക് യു. സാറ് ബ്രസ്റ്റ് ഫീഡിങ് നടത്താൻ കുഞ്ഞ് അവരെ എങ്ങനെ ശ്രദ്ധിക്കണം? കേൾക്കത്തില്ല, ഒന്നുകൂടെ ചോദ്യം ശരിക്കും കേൾക്കത്തില്ല. മുലപ്പാൻ കഴിയാത്ത കുഞ്ഞിന് അവരെ എന്താ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? മുലപ്പാല് കേട്ടില്ലേ? അത് മുലപ്പാല് ഇല്ലാത്ത എന്ന് പറയുന്നതിന്റെ തെറ്റിദ്ധാരണ ജനകമാണ്. അല്ല, 7 മാസത്തില് 2 കുട്ടികളെ ടീച്ചറിനോ 7 മാസം തികയുന്നതിന് മുമ്പേ അവരെ എടുത്തു. അവർക്ക് പാല് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അവര് 3 മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അതിന് പറ്റിയ ഫോർമുല ഉള്ള ചില ഇത് മിൽക്ക് പൗഡറുകളുണ്ട്. എൻ്റെ അഭിപ്രായത്തില് അത് തന്നെയാണ് ഇപ്പോഴും. എന്ത് ഒന്നുകൂടെ പറയാം. അത് കുഞ്ഞ് അവര് 7 മാസം തികയുന്നതിന് മുമ്പ് ജനിച്ചു. 2 പേരെ എടുക്കുക ചെയ്തേ, സിസേറിയൻ ചെയ്ത് എടുക്കുക, ട്വിൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് അതിന് പറ്റിയ ഫോർമുലാസ് ഉണ്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മിൽക്ക് പൗഡർ തന്നെയാ. എനിക്ക് പറയാനുള്ളത് ഈ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ സാധനങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾക്ക് ഏറ്റവും നല്ല ഇപ്പം പിന്നെ അമൂൽ സ്പ്രേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിന്നെ കോപ്പറേറ്റീവ് സ്ഥാപനത്തിന്റെ പ്രോഡക്റ്റാണ് അമൂൽ സ്പ്രേ. ആരെങ്കിലും ഈ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അമൂൽ സ്പ്രേ നല്ല പ്രോഡക്റ്റാണ്. ഇങ്ങനെയുള്ള അത്യാവശ്യമായുള്ള അവസരങ്ങളിൽ നമുക്ക് അമൂൽ സ്പ്രേ ഉപയോഗിക്കാം. അമൂൽ സ്പ്രേ നല്ല അവൈലബിലിറ്റി ഉള്ളതാണ്. അത് ഗുജറാത്ത് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ പ്രോഡക്റ്റാണ് അമൂൽ സ്പ്രേ. അമൂൽ സ്പ്രേ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ സാധനങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ അത് വിശ്വസനീയതയുടെയൊക്കെ പ്രശ്നമുണ്ട്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അതേപോലെയാണ് ഈ പാട്ടപ്പൊടികളുടെ കാര്യം ഞാൻ പറയാനകത്ത് പ്രത്യേകിച്ച് കാര്യമുണ്ട്. ഈ പാട്ടപ്പൊടികൾ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ ചീർത്ത് വരും, ഭയങ്കര ഓവറായിട്ട് വണ്ണം വെച്ച് ഓവറായിട്ട് വെയിറ്റ് വെച്ച് വരും. അപ്പോൾ അതിനകത്തുനിന്നും സംശയകരമായ കാര്യമുണ്ട്. കാരണം വെച്ചാൽ എന്താണ് ഈ വീർത്ത് വരുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത്, ഓവർ വെയിറ്റ് വെച്ച് വരുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത്. സാറേ, അവർക്കിപ്പോ 2.5 അവർക്ക് ഓവർ വെയിറ്റ് ഒന്നും ഇല്ല. ഇപ്പോഴും അവര് കൊടുക്കുന്നത് ആ ഡോക്ടർ പ്രിഫർ ചെയ്ത ആ പൊടി തന്നെയാണ് കൊടുക്കുന്നത്. ഓവർ വെയിറ്റ് ഒട്ടുമില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നില്ലേ? അമൃതം പൊടിയൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നത്. 6 മാസം കഴിഞ്ഞാൽ ഈ പൊടിയുടെ ഒന്നും ആവശ്യമില്ല. 6 മാസം കഴിഞ്ഞാല് ആ പൊടി പതുക്കെ കുറയ്ക്കുമ്പോൾ മറ്റുള്ള ആഹാര സാധനങ്ങൾ കൊടുത്ത് പൊടി ഒഴിവാക്കുകയാണ് വേണ്ടത്. 6 മാസം പ്രായമായി കഴിഞ്ഞാല് പാല് കുറച്ച് കൊണ്ടുവരിക, മുലപ്പാൽ വേണമെങ്കിൽ കൊടുക്കാം, മറ്റ് പാലുകൾ കുറച്ച് കൊണ്ടുവരിക, മറ്റാഹാര സാധനങ്ങൾ കൊടുക്കുക. മറ്റാഹാര സാധനങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് പാൽ ഒഴിവാക്കാവുന്നതാണ്. മുലപ്പാൽ കൊടുക്കാവുന്നിടത്തോളം മുലപ്പാൽ കൊടുക്കുക. മറ്റാഹാര സാധനങ്ങൾ ഒഴിവാക്കൽ ഈ പാട്ടപ്പൊടി വരുന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ശരിക്കും ബാധിക്കും അത്. അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഈ
പാല് ഈ കുറയ്ക്കുകയും റാഗി കാച്ചി കൊടുക്കുന്നത് ഏറ്റവും മെച്ചമായിട്ടുള്ള സംഗതിയാണ്. റാഗി കാച്ചി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മിക്കവാറുള്ള എല്ലാ ഇതും അതിനകത്ത് കിട്ടും. കാർബോഹൈഡ്രേറ്റും കാൽഷ്യവും അയണും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നമുക്ക് പഴവർഗ്ഗങ്ങൾ കൊടുക്കാം. പിന്നെ ക്യാരറ്റ്, പിന്നെ ബീറ്റ്റൂട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള സാധനങ്ങൾ വേവിച്ചുടച്ചു കൊടുക്കാം. മറ്റാർസങ്ങൾ കൊടുക്കണം കേട്ടോ. 2.5 വയസ്സൊക്കെ ഇപ്പോഴും ഈ പാട്ടപ്പടിയും വെച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനെ ശരിക്കും ബാധിക്കും അത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും കാരണം ഡയബറ്റീസ് തടഞ്ഞു നിർത്താനായിട്ട് ഉള്ള പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അവരത് അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കും. ശരി സാർ. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ ഇപ്പോൾ സാറേ നമ്മളിപ്പോൾ ഭക്ഷണം സാധാരണ കഴിക്കുന്നത് അമിതമായിട്ട് വേവിച്ചിട്ടാണ് കഴിക്കുന്നത് കൂടുതൽ. ഇപ്പം മുട്ടയൊക്കെ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഇപ്പം മുട്ടയൊക്കെ വേവിച്ചിട്ട് ഇതാക്കിയിട്ട് കൊടുക്കുന്നത് കുട്ടികൾക്ക്. അപ്പോൾ അത് ഏറ്റവും നല്ലത് ഈ ഓംലെറ്റ് പോലെ ചെറിയ പുൾസ പോലെ ആക്കിയിട്ടുള്ള ആ രീതിയിലാണ് ശരീരത്തിന് ന്യൂട്രീഷ്യസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ സാറിന് കൂടുതൽ അറിവുണ്ടോ? ന്യൂട്രീഷ്യസ് എന്ന് പറയുന്നത് ഹാഫ് ബോയിൽഡ് ആണ് കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്. ഹാഫ് ബോയിൽഡ് എന്ന് പറഞ്ഞാൽ അറിയില്ല, മുട്ട വാട്ടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? അതെ. പക്ഷെ കുഞ്ഞു പ്രായത്തില്, ചെറിയ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന മുട്ടയുടെ മഞ്ഞയാണ് കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ എന്ന് പറഞ്ഞാൽ യോക്ക് എന്ന് പറയുന്ന മുട്ടയുടെ മഞ്ഞയാണ്. ആ മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് വളരെ കുഞ്ഞിന് വേണ്ടി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. എന്നുവെച്ചാൽ അത് നല്ല പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യും, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ശരിക്കും ഹാഫ് ബോയിൽഡ് ആണ് നല്ലത്. ഇപ്പൊ നിങ്ങൾ പിന്നെ ശരിക്കും ഹാഫ് ബോയിൽഡ് എന്ന് പറയുമ്പം ശരിക്കും നമ്മളിപ്പം ബുൾസൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വെള്ളം മാത്രമേ വേവുള്ളൂ. മഞ്ഞ ശരിക്ക് കട്ടിയാവുള്ളൂ, വെള്ളം മാത്രം കട്ടിയാവും, മഞ്ഞ വേവത്തതേ ഉള്ളൂ. ശരിക്കും അതാണ് കൂടുതലും ന്യൂട്രീഷ്യസ്. അവിടെ ഈ ബുൾസൈ ശരിക്കും അഡ്വൈസബിൾ ആണ്. അതല്ല നിങ്ങൾ മുട്ട വാട്ടിപ്പം വലുതായി കഴിഞ്ഞാൽ 2 വയസ്സ് 1 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മുട്ട മൊത്തമായിട്ട് കൊടുക്കാം. അപ്പൊ അത് ഹാഫ് ബോയിൽഡ് ആയിട്ട് വാട്ടി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഗുണകരം. ഓക്കെ സാർ. ഓക്കെ. സാർ വേറൊരു കാര്യം ഒന്നും കൂടി ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ. സാർ ഈ പ്രമേഹ രോഗികളിൽ പൊതുവെ ഇപ്പോൾ പഴവർഗ്ഗങ്ങൾ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചില പഴവർഗ്ഗങ്ങൾ ഒറ്റയടിക്ക് എന്ന് പറഞ്ഞിട്ട് ഷുഗർ കൂട്ടുന്ന, ഇപ്പോൾ മാമ്പഴമാണെങ്കിൽ പെട്ടെന്ന് കൂട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെയോ 1-2 എണ്ണം പെട്ടെന്ന് കൂട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സിൽ ഏതാണ് കൊടുക്കാൻ പറ്റുന്നത് നല്ലത്? അപ്പം പേരക്ക എന്ന് പറയുന്ന സംഭവം എന്ന് പറയണ്ട കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതിൽ നല്ല ന്യൂട്രീഷ്യസ് ഉണ്ട്, കൂടുതൽ ഷുഗർ ഇല്ലാത്ത രീതിയിലുള്ള ഉണ്ട്. അങ്ങനെ അതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ അറിയുമോ? ഇത് ഷുഗറിന്റെ നമ്മൾ ഫ്രൂട്ട്സിനകത്ത് ശ്രദ്ധിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഫ്രൂട്ട്സിനകത്ത് ഷുഗറിന് ഫ്രക്ടോസ് എന്നാ പറയുന്നത്. ഫ്രക്ടോസ്
അപ്പം ഫ്രൂട്ട്സിനകത്ത് ഫ്രക്ടോസും ഉണ്ട്, ഗ്ലൂക്കോസും ഉണ്ട്. അപ്പൊ ആ ഫ്രക്ടോസ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ആണ് ഡയബറ്റീസ് പേഷ്യൻസിന് ഏറ്റവും നല്ലത്. ഫ്രക്ടോസ് കൂടുതലുള്ള നമ്മുടെ ഓറഞ്ച്, മുസമ്പി, ആപ്പിള്, മുന്തിരിങ്ങ, അങ്ങനെയുള്ള ആഹാര സാധനങ്ങളാണ്. അതിനകത്ത് ഫ്രക്ടോസ് കൂടുതലും ഗ്ലൂക്കോസ് കുറവുമാണ്. അതിൻ്റെ കാര്യം പ്രത്യേകം ഒരു ശ്രദ്ധിക്കണം വെച്ചാൽ യാതൊരു കാരണവശാലും ജ്യൂസ് ഉപയോഗിക്കരുത്. ഫ്രൂട്ട്സ് മൊത്തമായിട്ട് വേണം കഴിക്കാൻ. ഇപ്പോൾ ഓറഞ്ചൊക്കെ കഴിക്കുമ്പോൾ ഓറഞ്ച് ചവച്ച് കഴിയുമ്പോൾ ആ അവസാനം വരുന്ന കൊന്തുണ്ടല്ലോ, ആ കൊന്ത് നമ്മൾ വിഴുങ്ങണം. നമ്മൾ പിന്നെ ആ കൊന്തെന്ന് പറയുന്നത് അതിൻ്റെ ഫൈബറാണ്. എപ്പോഴും ആ കാര്യം ഓർക്കുക. ഫൈബർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ, ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നത് സാവകാശമാവാനുള്ള ആകാന് അത് ഗുണകരമാകും. പിന്നെ ഗ്ലൂക്കോസ് കൂടുതലുള്ളതാണ് നമ്മുടെ ചെറുപഴം, നേന്ത്രപ്പഴം, പിന്നെ മാങ്ങ. ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് ഉള്ളത് ശരിക്കും തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കൂടുതലാണ്, ഫ്രക്ടോസിന്റെ അളവ് തീരെ കുറവാണ്. അതുകൊണ്ട് തണ്ണിമത്തൻ കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ മറ്റുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഗ്ലൂക്കോസ് കൂടുതലാണെങ്കിലും ഇപ്പം മാങ്ങ, പേരയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗ്ലൂക്കോസ് അളവും ഫ്രക്ടോസിന്റെ അളവ് കുറവും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലുമാണ്. എങ്കിലും പിന്നെ ഉപയോഗിക്കുന്നതിനകത്ത് തെറ്റില്ല. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഇടസമയത്ത് കഴിക്കുക. ഇടസമയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായത്, നമ്മളിപ്പോൾ സാധാരണയായിട്ട് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടൊരു പഴമൊക്കെ കഴിക്കുന്ന സ്വഭാവം സാധാരണ എല്ലാവർക്കും ഉണ്ട്. നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട് ഇപ്പോൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് പഴം കഴിക്കും. അത് ശരിക്കും ഒഴിവാക്കേണ്ട കാര്യമാണ്. പ്രമേഹ രോഗികൾ അങ്ങനെ പ്രധാന ആഹാരത്തിൻ്റെ കൂടെ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ല. ഇടസമയത്ത് 11 മണി, 4 മണി, അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത്, അങ്ങനെയുള്ള സമയങ്ങളിൽ വേണം പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പഴവർഗ്ഗങ്ങൾ വേവിക്കാൻ പാടില്ല. പിന്നെ ഞാൻ എൻ്റെ പേഷ്യൻസിനൊക്കെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാനത് ആഹാരത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാനത് വ്യക്തമാക്കിയിരുന്നു. ഈ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കുക്കുംബർ അതല്ലെങ്കിൽ കുക്കുംബർ ചേർത്ത് ഉണ്ടാക്കുന്ന സലാഡ് ഉണ്ടാക്കുന്നത് കുക്കുംബർ, തക്കാളി, ചെറിയൊരു ക്യാരറ്റ്, സവാള. വയറ്റിനകത്ത് എരിച്ചിലിൻ്റെ അസുഖമുള്ളവർ സവാള ചേർക്കണ്ട, കോവയ്ക്ക, ഇതെല്ലാം കൂടെ ചേർത്ത് അതിനകത്ത് ഇച്ചിരി നെയ്യ് മാറ്റിയ തൈര് ഒഴിച്ച് ആണ് നമ്മൾ സലാഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ കുക്കുംബർ അല്ലെങ്കിൽ സലാഡ് ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പേ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ആവശ്യമാണ്, അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അതിനകത്തുള്ള ഫൈബർ ഈ പിന്നെ ദഹിച്ചു വരുന്ന ആഹാരത്തിനകത്തുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് വളരെ പതുക്കെ രക്തത്തിലേക്ക് വിട്ടുകൊടുക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഷുഗർ ലെവൽ ഉയരുന്നത് പതുക്കെ ആയിരിക്കും. അപ്പോൾ പതുക്കെ ഉയരുന്നത് കൊണ്ട് ഒന്ന്, ഫാറ്റ് കൺവേർഷൻ കുറയും, 2, ഷുഗർ ലെവൽ ക്രമാതീതമായിട്ട് കൂടുന്നത് തടയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഡയബറ്റീസ് പേഷ്യൻ്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നുകിൽ കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരി അല്ലെങ്കിൽ സലാഡായിട്ട് ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പേ കഴിച്ചു കഴിഞ്ഞാൽ 2 നേരമെങ്കിലും കഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നിയന്ത്രണങ്ങളുടെ ആവശ്യം കുറയ്ക്കാൻ പറ്റും. എന്നുവെച്ചാൽ പഴമായാലും മാങ്ങയായാലും പേരയ്ക്കാണെങ്കിലും കഴിക്കുന്നതിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം സലാഡ്സിനകത്ത് അല്ലെങ്കിൽ കുക്കുംബറിലെ ഫൈബർ നമ്മുടെ കുടലിലുള്ളതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് ഇത്തിരി കൂടി ചെന്നാലും
കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ സാർ, ഒരുപാട് അറിവുകൾ കിട്ടി. ഇപ്പം എന്ന് പറയുന്നത് ചെറിയൊരു സംശയം ചോദിക്കുമ്പോൾ ഒരുപാട് അറിവുകൾ എന്ന് പറയേണ്ട അറിവുകൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ്. അപ്പോൾ വളരെ വളരെ നന്ദി, സന്തോഷം, സ്നേഹം. ഓക്കെ. താങ്ക് യു. പ്രജീൻ എവിടെ ജോലി, എവിടെ സ്ഥലം? സാർ ഞാൻ ആക്ച്വലി കണ്ണൂരാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്. ഓ ശരി. ഞാൻ ഇവിടെ ചെറിയ ഒരു ഫാബ്രിക്കേഷന്റെ ചെറിയ വർക്കുകളാണ് ചെയ്യുന്നത്. ഗോവയിലായിരുന്നു സെറ്റിൽമെന്റ്. ഇവിടെ ഒരു വർക്കായിട്ട് വന്നതാണ് ഓൾറെഡി. ഗുജറാത്തിലെ? അപ്പോൾ അവിടെയുള്ള ഒരു കമ്പനി, ഇവിടെയുള്ള കമ്പനി അവിടുത്തെ ബാർജുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പണി നല്ല ഇതായതുകൊണ്ട് ഇവിടത്തേക്ക് വിളിച്ചത് കുറച്ച് 3 മാസത്തേക്ക്. അപ്പോൾ സാർ ഞാനിങ്ങനെ ഓരോ പ്രൊജക്റ്റുകൾ ഇങ്ങനെ ഓരോന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ കെമിക്കലിന്റെ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എൻ്റെ ശരീരത്തിന് ഹെൽത്തിന് കുറെ വീക്ക്നെസ് ആവുന്നുണ്ട്, മുന്നോട്ട് പോകുന്നില്ല. 10-20 വർഷമായി, 22 വർഷത്തോളമായി പണി ചെയ്യുന്നത്. അപ്പം പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള അങ്ങനെ ആലോചിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പായിട്ട്. ഒരാളെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്താ പറയണ്ട പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ കുറെ നമ്മള് എന്താ പറയുക ഐഡിയ, അഡ്വൈസ്, അങ്ങനെയുള്ള എന്താ പറയണ്ട കാര്യങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം. അത് ആരോഗ്യം പ്രധാന ഘടകമാണല്ലോ നമ്മളെ ഇപ്പൊ എന്താ പറയണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. ആരോഗ്യം, മനസ്സ്, പിന്നെ അങ്ങനെ എഡ്യൂക്കേഷൻ, എന്താ പറയണ്ട, പിന്നെ മാരേജ്, അങ്ങനെ പല ഘടകങ്ങളും, പ്രധാനപ്പെട്ട പല ഘടകങ്ങളും ഉണ്ട്. നല്ലൊരു മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ജോലി. അപ്പോ നമുക്ക് എന്തൊക്കെ അറിവുകൾ കൊടുക്കാം സപ്പോർട്ട് ചെയ്തിട്ട് അവരെ എന്ന് പറയേണ്ട അഭിരുചിയും എന്ന് പറയേണ്ട അതിനൊപ്പം നമ്മള് ലോകത്തിൽ എന്തൊക്കെ ഉണ്ട് സംഭവങ്ങൾ, അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറയേണ്ട ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാറിനെ പോലെ ആളുള്ള എന്ന് പറയേണ്ട കുറെ അഡ്വൈസും അങ്ങനെ അനുഗ്രഹവും വേണം ഓൾറെഡി എല്ലാ മേഖലകളും. എന്താ സഹായം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേഴ്സണലായിട്ട് വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞാൽ എന്താ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തു തരാം. ഇപ്പൊ എല്ലാവർക്കും ഒരു ഷുഗർ കംപ്ലൈന്റ് ഒരു പ്രധാന ഘടകമാണല്ലോ. ഇപ്പൊ ഒരു പ്രായമൊക്കെ ആവുന്ന ആൾക്കാർ, ഇപ്പൊ കുട്ടികളിലും കണ്ടമാനം വരുന്നുണ്ട്. അപ്പോ ഇന്നിപ്പം മാർക്കറ്റിലുള്ള കണ്ടമാനമുള്ള, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ നമ്മളെ പണ്ടൊക്കെ കണ്ടമാനം ചോക്ലേറ്റ് ഒക്കെ ചെറുപ്പത്തിൽ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോ അതിൽ നിന്നൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ, ഈ പ്രോസസ്സിങ്ങിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. വലിയ വലിയ കമ്പനികൾ എന്ന് പറയണ്ട ഇപ്പാണ് കുറച്ച് ബ്രാൻഡൊക്കെ വന്നത്, കമ്പനീന്റെ പേരൊക്കെ വന്നത്. അങ്ങനെയല്ലാണ്ട് ഇപ്പോഴും ഉണ്ട് കണ്ടമാനം എന്ന് പറയണ്ട മിഠായിസും ഇതൊക്കെ എന്ന് പറയണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ടമാനം ഓരോരോ സംഭവങ്ങൾ, ജെല്ല്, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന, ഏത് രീതിയിൽ ഉണ്ടാക്കുന്ന, ഇത്രയും വില കുറച്ചിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം അത് എത്രത്തോളം രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സംശയമൊന്നും വേണ്ട. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫുഡ്സ് ഒക്കെ എന്തായാലും ഗുണകരമല്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കഴിയുന്നിടത്തോളം പിന്നെ നമ്മുടെ ഈ മൊത്തം നമുക്ക് തുടരാനും പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നിടത്തോളം ഒഴിവാക്കുക, അല്ലെങ്കിൽ പരമാവധി കുറയ്ക്കുക, നാച്ചുറൽ ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് പോയാൽ അത് ഗുണകരമാവും. അല്ല, അത് കുട്ടികൾക്ക് നമ്മളിപ്പോ അങ്ങനെയല്ലല്ലോ. കുട്ടികളെ നമ്മളിപ്പോ സ്കൂളിൽ വിടുന്നത്, അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെറിയ പൈസ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും നമ്മൾ എക്സ്പെൻസിന് കൊടുക്കുന്നതോ പോക്കറ്റ് മണി കൊടുക്കുന്നതോ. അതില് അവര് എന്തൊക്കെ സാധനങ്ങളാണ് എന്താ പറയണ്ട വാങ്ങിക്കുന്നത്, അവരെ അഭിരുചിക്കാണ് കാര്യം, താൽക്കാലികമായിട്ടുള്ള ആശ്വാസത്തിന്. അതാണ് ഓരോ തരത്തില് എന്താ പറയണ്ട ഡ്രഗ്സ് പോലെയുള്ള രീതിയിൽ ഇന്ന് എന്താ പറയണ്ട കുട്ടികൾ തന്നെ ഇപ്പൊ ഒരുപാട് ഡ്രഗ്സ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന, അതാണല്ലോ ഇപ്പൊ ഉള്ള ഓരോ കാണുന്ന വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല. അതിന് എതിരെ ഇപ്പം നല്ല രീതിയിൽ പോലീസിന്റെ ഒക്കെ എന്താ പറയണ്ട ഇതുള്ളതുകൊണ്ട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ കുഞ്ഞുങ്ങളുടെ കയ്യില് അങ്ങനെ പൈസ കണക്കില്ലാതെ പൈസ കൊടുക്കുന്നത് നല്ല രീതിയല്ല. നമ്മൾ അതാണ് നിരുത്സാഹപ്പെടുത്തേണ്ടത്. പല ആൾക്കാരും ചോദിക്കുമ്പം കണക്കില്ലാതെ പൈസ കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പം അത് ഒരു നല്ല രീതിയല്ല. ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരം കൊടുത്തുവിടുക, പിന്നെ നമ്മുടെ പ്രസൻസിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അല്ലാതെ ക്യാഷായിട്ട്
കുട്ടികളുടെ കൊടുക്കുന്നത് തന്നെ ശരിയല്ല. ആ ഒരു രീതി വളർത്താതിരിക്കുന്നതാണ് നല്ലത്. അതാണ് മറ്റു വഴികളിലേക്ക് തിരിഞ്ഞു പോകുന്നത്. അത് അവരെങ്ങനെങ്കിലും അഭിരുചി വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെങ്കിലും സംഘടിപ്പിക്കും. പല ഇതിലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ കുറച്ച് വളഞ്ഞ വഴിയിൽ എന്തൊക്കെ എവിടുന്നൊക്കെ ഏതെങ്കിലും സംഘടിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് അതാണ് ഇന്നത്തെ പുതിയ ഇതില് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഇത് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ള എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സയൻസ്, സോഷ്യൽ എന്ന് പറയണ്ട, അങ്ങനെ കെമിസ്ട്രി, ഫിസിക്സ് ഇതൊക്കെയാണ് എന്ന് പറയണ്ട കണ്ടമാനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ റിയൽ ആയിട്ട് എന്തൊക്കെ അറിവുകൾ വേണം, എങ്ങനെ ജീവിക്കണം, അങ്ങനെ എന്താകണം എന്ന് പറയണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ സ്കെച്ച് ഒന്നും നമ്മളിപ്പോൾ ആർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല ഓൾറെഡി. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തൊട്ട് നിത്യജീവിതത്തിൽ വേണ്ട കാര്യങ്ങളൊന്നും വിദ്യാഭ്യാസത്തിനകത്ത് വരുന്നില്ല എന്നുള്ളതൊരു ദുഃഖകരമായ സത്യമാണ്. നിത്യജീവിതത്തില് പിന്നെ ഉള്ള കാര്യങ്ങള് ഒന്നും വേണ്ട. നമ്മുടെ ശരിക്കും ഈ റോഡ് നിയമങ്ങളും ഒക്കെ ശരിക്കും ചെറിയ പ്രായത്തില് നമ്മളെ പഠിപ്പിക്കേണ്ടതാണ്. അത് സാർ ആ റോഡിന്റെ ഇത് കാര്യങ്ങൾ അങ്ങനെ എത്ര അപകടങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കും. ഇപ്പൊ സ്വന്തം ഇതല്ലാണ്ട് മറ്റുള്ളവർക്ക് ആണല്ലോ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഓക്കെ സാർ, നമ്മൾ ഒരുപാട് സമയം മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പം ഷുഗറായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾക്ക് ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കട്ടെ, അവർക്ക് അവസരം, എല്ലാവർക്കും അവസരം. അതാണല്ലോ വിംബിൾ ടീം എന്നുള്ള എന്ന് പറയണ്ട. അപ്പൊ സമയം ഒരുപാടായി, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ട. കാരണം എന്ന് പറയേണ്ട എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടാവുക. ഒരുപാട് നന്ദി, വളരെ നന്ദി. ഓക്കെ, സന്തോഷം. സാർ അതെ, ഈ ഉലുവ ഉണ്ടല്ലോ, ഫെനുഗ്രീക്ക്, അത് കഴിക്കുന്നോണ്ട് ഷുഗർ കുറയോ? ദിവസേന ഉലുവ വെള്ളം കുടിക്കണം, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഗുണകരമാണ്, അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ശരിക്കും ആഹാരത്തിന് ശേഷമുള്ള ഷുഗറാണ് ഫെനുഗ്രീക്ക് കുറയ്ക്കുന്നത്. അത് നമ്മൾ ഉലുവ ആഹാരത്തിനൊപ്പം അല്ലെങ്കിൽ ആഹാരത്തിന് മുമ്പ് കഴിച്ചിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആ ഷുഗർ, പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ, ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ കുറയാൻ നല്ലതാണ്. ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കില്ല. മനസ്സിലായോ പറഞ്ഞ? ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ വയറിനകത്ത് ഫാറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ലിവറിനകത്ത് ഫാറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം അത് ലിവറിനകത്ത് ഫാറ്റ് ഉണ്ടെങ്കിൽ, കാരണം ഡയബറ്റീസിന്റെ ഒരു പാർട്ട് തന്നെയാണ്, ഡയബറ്റീസിന് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗമാണ് ഫാറ്റി ലിവർ. ഈ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് അപ്പം ഈ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫാസ്റ്റിംഗ് ഷുഗർ വരുന്നത്. അപ്പം വയറിനകത്തെ ലിവറിനകത്തെയും ഫാറ്റ് കുറഞ്ഞെങ്കിൽ മാത്രമേ ഫാസ്റ്റിംഗ് ഷുഗർ കുറയുള്ളൂ. ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ എന്ന് പറയുന്നത് കുറയാന് ഉലുവ നല്ലതാണ്. അത് ദിവസേന കഴിക്കുന്നതുകൊണ്ട് വല്ല സൈഡ് എഫക്ട് ഉണ്ടാവും? കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രയോജനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ഉലുവയായിട്ട് തന്നെ കഴിക്കണം. ഉലുവായിട്ടെന്ന് പറയുമ്പോൾ അത് വല്ല പൊടിച്ചിട്ടെങ്ങാനും അങ്ങനെയാണോ? പൊടിച്ചോ അല്ലെങ്കിൽ വേവിച്ചോ, എങ്ങനെയാണെങ്കിലും ഉലുവ പിന്നെ വേവിച്ച് കഴിച്ചാലും മതി. വേവിച്ച് കഴിക്കുക, അല്ലെന്നുള്ള ഉലുവ പൊടിച്ച് ആ പൊടി നമ്മൾ ആഹാരം കഴിക്കുന്നതിന് അതിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പോ കലക്കി കുടിച്ചിട്ട് ആഹാരം കഴിക്കുക. അപ്പോൾ ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ലെവല് കുറയും. ഇതൊക്കെ ചെയ്യുമ്പോഴേ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ പക്ഷെ മോണിറ്റർ ചെയ്യണം. ഈ മോണിറ്ററിങ് ആണ് നമ്മുടെ ആൾക്കാർക്ക് ഇല്ലാത്ത. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അത് ചെയ്തിട്ട് എൻ്റെ ഷുഗർ ലെവൽ കുറഞ്ഞോ എന്ന് മോണിറ്റർ ചെയ്യത്തില്ല. നമ്മളിപ്പോൾ ഏത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നമ്മളിപ്പം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും
പല സ്ഥലങ്ങളിൽ ഏത് സാധനം വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമുക്കത് ഗുണകരമാണോ എന്നുള്ളത് ഒരു ഇതിനെക്കുറിച്ച് അറിയാവുന്ന വെച്ചാൽ ഡോക്ടർമാരുകളെ ചോദിച്ച് ഒന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഇലകൾ പല തരത്തിലുള്ള ഇലകൾ നമ്മൾ അരച്ച് കഴിക്കാറുണ്ട്. ഈ അരച്ച് കഴിക്കുമ്പോൾ ഈ ഇലകൾക്കകത്ത് ദോഷകരമായ സാധനങ്ങളുണ്ട്. ഇപ്പം ശവന്നാരി അരച്ച് കഴിക്കാറുണ്ട്. ശവന്നാരി പിന്നെ അരച്ച് ഡയബറ്റിക്സിന് നല്ലതാണ്. ശവന്നാരിയുടെ വേരും ഇലയും സമൂലം എന്ന് പറയും. വേരും ഇലയും പൂവും എല്ലാം കൂടെ. ഈ ശവന്നാരിക്കകത്ത് നിന്നാണ് ക്യാൻസറിന് ഉള്ള വിൻഗ്രിസ്റ്റിനും വിൻബ്ലാസ്റ്റിനും എടുക്കുന്നത്. അപ്പൊ അത് അരച്ചു കുടിക്കുമ്പോൾ ഈ സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെല്ലില്ലേ, അത് നമ്മുടെ ശരീരത്തിന്റെ ദോഷകരമല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങൾ ചെറിയ അളവിലാണെങ്കിൽ കുഴപ്പമില്ല. അത് പിന്നെ അതേപോലെ തന്നെ ഈ ഇരുമ്പും പുളിക്കകത്തൊക്കെ കാൽഷ്യം ഓക്സിലേറ്റ് ധാരാളം ഉണ്ട്. നമ്മുടെ കിഡ്നി പിന്നെ നശിച്ചു പോകാൻ അത് മതി. അതുപോലെ ഈ പല ഇലവർഗ്ഗങ്ങളിലും കാൽഷ്യം ഓക്സിലേറ്റിന്റെ അളവ് കൂടുതലുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ചോദിക്കാതെ ചെയ്യരുത്. താങ്ക് യു സോ മച്ച് സർ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം ഈ ഡയബറ്റീസിനെ കുറിച്ച് എല്ലാവർക്കും എപ്പോഴും ഡൗട്ട്സ് ആണ്. ഒരുപാട് ആൾക്കാർ പല വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ പരിശോധിക്കണമെങ്കിൽ തന്നെ എത്ര സമയം വേണമെന്നറിയാം. അപ്പൊ അത് നമ്മൾ പാർട്ട് ബൈ പാർട്ട് ചെയ്യും. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ കാര്യങ്ങൾ നോക്കും. താങ്ക് യു സർ. എന്തായാലും അടുത്ത പാർട്ടിനായിട്ട് സാറിന്റെ അടുത്ത സെഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഡയബറ്റീസിന്റെ 3ാമത്തെ പാർട്ടിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് സർ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ. സർ, ഇപ്പൊ ഉലുവേന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോ ഈ ഉലുവ തലേന്ന് കുതിർത്ത് വെച്ചിട്ട് അത് കുറച്ച് ഇത് ലൂസ് ആവുമല്ലേ? അപ്പോ അതിനുശേഷം ഞാൻ സാധാരണ ആ വെള്ളം അതും കൂടി രണ്ടും കൂടിയിട്ടാണ് കുടിക്കാറുള്ളത്. ആ വെള്ളം കൂടി പിന്നെ അതിന്റെ ഒപ്പരം കുടിക്കുകയും ചെയ്യും. ഈ ഉലുവായിട്ട് വെള്ളം മാത്രം കുടിക്കുന്നവരുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രതികരിക്കുന്ന കാര്യങ്ങൾ കിട്ടില്ല. നമ്മൾ ഉലുവായിട്ട് തന്നെ കഴിക്കണം. അപ്പൊ ആ വെള്ളം ഉൾപ്പെടെ. അപ്പൊ അത് പച്ചയായിട്ട് കഴിക്കാൻ വേവിച്ചിട്ടാണോ അല്ലെങ്കിൽ പച്ചയായിട്ട് കഴിക്കുന്നതാ നല്ലത്? എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല. ഉലുവ ദോഷമുള്ള സാധനമല്ല. അങ്ങനെ കെമിക്കൽസ് അങ്ങനെ എന്തെങ്കിലും അതില് ഉലുവയിൽ അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടാവും? പൊതുവെ ഇപ്പൊ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്താ പറയണ്ടേ കെമിക്കൽസ് കണ്ടുപോകാനുണ്ട് എന്നൊക്കെ പറയുന്ന ഉലുവ പോലെയുള്ള സാധനത്തിൽ അങ്ങനെ കൂടുതൽ രാസപദാർത്ഥങ്ങൾ സാധനങ്ങൾ ഉള്ളതായിട്ട് തെളിഞ്ഞിട്ടില്ല. ഉലുവ സുരക്ഷിതമായ ആഹാരം തന്നെയാണ്. ആ ഉലുവ കഴിക്കുന്നതിന് 1 സ്പൂൺ ഉലുവ മതിയോ തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം കഴിക്കാൻ? എത്ര അളവ് കഴിക്കാം? ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ഒരു വലിയ സ്പൂണില്ലേ, വലിയ സ്പൂണില്ലേ, ടേബിൾ സ്പൂൺ അല്ല, എന്തോ ഈ വലിയ സ്പൂൺ ഉണ്ടല്ലോ. ടേബിൾ സ്പൂൺ ആണ് വലുത്. ടീസ്പൂൺ അതിനൊരു സ്പൂൺ തലേ ദിവസം അത് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ആ വെള്ളവും ആ ഉലുവയും കൂടെ കഴിക്കാം അല്ലേ? ഈ വെള്ളം മാത്രം കുടിച്ചിട്ട് പ്രയോജനമില്ല, ഉലുവയും കൂടെ ചെല്ലണം. രാവിലെ കിഡ്നിക്കൊന്നും പ്രശ്നമില്ല. ഹലോ, രാവിലെ വെറും വയറ്റിലല്ലേ കഴിക്കുന്നുണ്ടേ? അങ്ങനെയല്ല. നമ്മളിപ്പോ രാവിലെ കഴിക്കണമെന്നില്ല. നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആഹാരത്തിന്റെ കൂടെ കഴിക്കണം. അല്ലാതെ നേരത്തെ കഴിച്ചിട്ട് കാര്യമില്ല. അത് ഈ സലാഡ്സ് കഴിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ്. ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന്റെ കൂടെയോ കഴിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഫലം കിട്ടൂ. രാവിലെ തന്നെ കഴിക്കണം? ഇല്ല, അങ്ങനെയില്ല. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണമെന്നേ ഉള്ളൂ. ഒരുപാട് മുമ്പല്ല. ഇപ്പൊ സലാഡ്സ് കഴിക്കുമ്പോൾ നമ്മൾ സലാഡ് കഴിച്ചിട്ട്
ആഹാരം കഴിയുന്നതിന് തൊട്ട് മുമ്പ് സലാഡ് കഴിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഫൈബർ കണ്ടന്റ് ഗുണം കിട്ടും. ആ സർ അതെ ഈ ബാർലി വെള്ളം ഉണ്ടല്ലോ, ബാർലി, അത് നല്ലതാണോ? ബാർലിക്കകത്ത് ഈ പറയുന്നത് പോലുള്ള ബാർലി വേറെ ഉദ്ദേശത്തിലാണ് കഴിക്കുന്നത്. ഡയൂറസിസ് ചില മൂത്രം ധാരാളമായിട്ട് പോകാനുള്ള ഒരു ആൾക്കാരുടെ അതിനകത്തുണ്ട് ബാർലിക്കകത്ത്. ബാർലി ആ വെള്ളം കുടിക്കാൻ മാത്രമേ ആൾക്കാർ ഉപയോഗിക്കാറുള്ളൂ. മൂത്രം നീരൊക്കെ വലിയാൻ നല്ലതാണ്. പണ്ട് തൊട്ടേ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ബാർലി. അല്ലാതെ ബാർലിക്ക് വേറെ ഉപയോഗമുള്ളതായിട്ട് അറിവില്ല. ഓക്കെ സർ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചിരുന്നാൽ പിന്നെ അടുത്ത പാർട്ട് വരുമല്ലോ. അതെ അതെ. അപ്പൊ ഏതായാലും സമയം ഒരുപാടായിട്ടുണ്ട്, നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാല്ലേ സർ? അതെ, ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.